വ്യാജ അഡ്മിറ്റ് കാർഡുമായി ഇന്നലെ ജില്ലാ ആസ്ഥാനത്തെ പരീക്ഷാ സെന്ററായ തൈക്കാവ് ഗവൺമെന്റ് VHSS ആൻഡ് GHSSലാണ് വിദ്യാർത്ഥി എത്തിയത്. അഡ്മിറ്റ് കാർഡിൽ ആകെ തെറ്റുകളായിരുന്നു. ആദ്യ ഭാഗത്ത് വിദ്യാർത്ഥിയുടെ പേര്, അമ്മയുടെ പേര്, ജനന തീയതി എന്നിവയാണുള്ളത്. ഏറ്റവും താഴെയായുള്ള സെൽഫ് ഡിക്ലറേഷൻ ഭാഗത്ത് തിരുവനന്തപുരം മുള്ളുവിള സ്വദേശിയായ മറ്റൊരു വിദ്യാർത്ഥിയുടെ പേരും വിലാസവുമായിരുന്നു ഉണ്ടായിരുന്നത്. അഡ്മിറ്റ് കാർഡിലെ പരീക്ഷാ സെന്റർ പത്തനംതിട്ട മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളാണ്. വിദ്യാർത്ഥി ആദ്യം അവിടെയാണ് പരീക്ഷയ്ക്ക് ചെന്നത്. അവിടെ സെന്റർ ഇല്ലെന്ന് മനസ്സിലാക്കി തൊട്ടടുത്ത സെന്ററായ തൈക്കാവ് ഗവൺമെന്റ് VHSS ആൻഡ് GHSSൽ ചെല്ലുകയായിരുന്നു. അഡ്മിറ്റ് കാർഡിലെ തെറ്റുകൾ കണ്ടപ്പോൾ പരീക്ഷാ സെന്ററിലുള്ളവർക്ക് സംശയം തോന്നുകയായിരുന്നു. എന്നാൽ തനിക്ക് അക്ഷയ സെന്ററിൽ നിന്നും ലഭിച്ചതാണെന്ന നിലപാടിൽ വിദ്യാർത്ഥി ഉറച്ചു നിന്നിരുന്നു. തൈക്കാവ് സ്കൂളിൽ 500ഓളം പേർക്കാണ് പരീക്ഷയ്ക്ക് സെന്റർ അനുവദിച്ചിരുന്നത്. നിരവധി പേർ പരീക്ഷയ്ക്ക് എത്താതിരുന്നതോടെ അയാളെയും പരീക്ഷ എഴുതാൻ അനുവദിക്കുകയായിരുന്നു. ക്ലറിക്കൽ പിഴവാണെന്ന നിഗമനത്തിലാണ് പരീക്ഷയ്ക്ക് ഇരിക്കാൻ അനുവദിച്ചത്. എന്നാൽ വൈകിട്ട് 3 മണിയോടെ പരീക്ഷാ സെന്റർ നിരീക്ഷകൻ ഡോക്ടർ മഹേഷ് വ്യാജ അഡ്മിറ്റ് കാർഡുമായി ഒരാൾ പരീക്ഷയ്ക്ക് വന്നുവെന്ന് പത്തനംതിട്ട പോലീസിൽ പരാതി നൽകി. തുടർന്നാണ് പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ ചുമതല വഹിക്കുന്ന DCRB DYSP ബിനു വർഗീസ്, ഇൻസ്പെക്ടറുടെ ചുമതല വഹിക്കുന്ന മലയാലപ്പുഴ SHO KS വിജയൻ എന്നിവർ സ്ഥലത്ത് വന്ന് വിദ്യാർത്ഥിയെയും അമ്മയെയും കസ്റ്റഡിയിലെടുക്കുന്നത്. നെയ്യാറ്റിൻകരയിലുള്ള അക്ഷയ സെന്ററിൽ നിന്നും വാട്സാപ്പിൽ അയച്ചു കിട്ടിയ അഡ്മിറ്റ് കാർഡും കമ്പ്യൂട്ടർ സെന്ററിൽ നിന്നും പ്രിന്റ് എടുത്താണ് പരീക്ഷയ്ക്ക് വന്നതെന്നും അവർ പറയുന്നുണ്ട്. വിദ്യാർത്ഥിയുടെ അമ്മ കാരക്കോണം മെഡിക്കൽ കോളേജിലെ സ്വീപ്പറാണ്. അവർക്ക് പരിചയമുള്ള അക്ഷയ സെന്ററിൽ നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ വിവരങ്ങൾ നൽകിയിരുന്നു. അഡ്മിറ്റ് കാർഡ് എടുക്കുന്നതിനായി 1850 രൂപയും സെന്ററിൽ നൽകിയെന്ന് അവർ പറയുന്നുണ്ട്. തുടർന്ന് അവർ വാട്സാപ്പിൽ അഡ്മിറ്റ് കാർഡ് അയച്ചു നൽകിയായിരുന്നു. എന്നാൽ അക്ഷയ സെന്റർ ജീവനക്കാരി അപേക്ഷ അയക്കാതിരിക്കുകയും അഡ്മിറ്റ് കാർഡ് ചോദിച്ചപ്പോൾ വ്യാജമായി നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അവിടെ തന്നെ പ്രിന്റ് ഔട്ട് എടുത്ത മുള്ളുവിള സ്വദേശിയുടെ അഡ്മിറ്റ് കാർഡിൽ കേസിൽ കുടുങ്ങിയ വിദ്യാർത്ഥിയുടെ വിവരങ്ങൾ കൂട്ടിച്ചേർത്തുവെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അക്ഷയ സെന്റർ ജീവനക്കാരിയെ ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വ്യാജ ഹോൾ ടിക്കറ്റുമായി വിദ്യാർത്ഥി നീറ്റ് പരീക്ഷ എഴുതിയ സംഭവത്തിൽ അറസ്റ്റിലായ അക്ഷയ സെന്റർ ജീവനക്കാരിയുടെ കൂടുതൽ മൊഴികൾ പുറത്തു വന്നിരിക്കുകയാണ്. നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്ററിലെ ജീവനക്കാരിയായ ഗ്രീഷ്മയാണ് പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാജ ഹോൾ ടിക്കറ്റ് തയ്യാറാക്കിയത് താനാണെന്ന് ഗ്രീഷ്മ മുൻപ് തന്നെ കുറ്റം സമ്മതിച്ചിരുന്നു. അക്ഷയ സെന്ററിൽ വെച്ചാണ് ഹോൾ ടിക്കറ്റ് തയ്യാറാക്കിയതെന്നും ഗ്രീഷ്മ പോലീസിനോട് പറഞ്ഞു. വിദ്യാർത്ഥിയുടെ അമ്മ നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷ നൽകാൻ തന്നെ ഏൽപ്പിച്ചിരുന്നു. ഇതിനായി 1850 രൂപ മുൻകൂറായി നൽകുകയും ചെയ്തിരുന്നുവെന്നും അവർ പറയുന്നുണ്ട്. എന്നാൽ തിരക്കുകൾ കാരണം അപേക്ഷിക്കാൻ മറന്നുപോയെന്നാണ് ഗ്രീഷ്മ പറയുന്നത്. ഹോൾ ടിക്കറ്റുകൾ വന്നതറിഞ്ഞ് വിദ്യാർത്ഥി പലവട്ടം അക്ഷയയിൽ എത്തുകയും ചെയ്തു. ഇതോടെയാണ് വ്യാജ ഹോൾ ടിക്കറ്റ് ഉണ്ടാക്കാനുള്ള തീരുമാനമെടുത്തത്. പരീക്ഷാ കേന്ദ്രം പത്തനംതിട്ട ആയതിനാൽ പരീക്ഷ എഴുതാൻ പോകില്ലെന്നാണ് ആദ്യം കരുതിയത്. ഗൂഗിളിൽ സെർച്ച് ചെയ്താണ് പത്തനംതിട്ടയിലെ ഒരു സ്ഥാപനത്തിന്റെ വിലാസം ഹോൾ ടിക്കറ്റിൽ വെച്ചത്. എന്നാൽ ബാർകോഡും സാക്ഷ്യപത്രവും തിരുത്താൻ വിട്ടുപോയി. ബാക്കിയെല്ലാം തിരുത്തിയിരുന്നു. ഗ്രീഷ്മ പോലീസിനോട് പറഞ്ഞത് അങ്ങനെയാണ്. തിരുവനന്തപുരം പാറശാല സ്വദേശിയായ വിദ്യാർത്ഥിക്ക് നൽകിയ ഹോൾ ടിക്കറ്റിലാണ് ഗ്രീഷ്മ ഇത്തരത്തിൽ കൃത്രിമം കാണിച്ചത്. ഇന്നലെ പത്തനംതിട്ട നഗരത്തിലെ തൈക്കാവ് സ്കൂളിലാണ് വ്യാജ ഹോൾ ടിക്കറ്റുമായി വിദ്യാർത്ഥി എത്തിയത്. തുടക്കത്തിലെ പരിശോധനയിൽ തന്നെ പരീക്ഷാ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയിരുന്നു. 1 മണിക്കൂർ പരീക്ഷ എഴുതാൻ അനുവദിക്കുകയും ചെയ്തു. ഇതിനിടെ ഹോൾ ടിക്കറ്റിലെ റോൾ നമ്പറിൽ മറ്റൊരു വിദ്യാർത്ഥി തിരുവനന്തപുരത്തെ ഒരു കേന്ദ്രത്തിൽ പരീക്ഷ എഴുതുന്നുണ്ടെന്ന് കണ്ടെത്തിയുണ്ടായി. തുടർന്ന് ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ കുട്ടിയെയും അമ്മയെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു.